ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? 20% 36 ആണെങ്കിൽ 10% 18, 30% 54. ഓപ്ഷൻ ബി ആണ് ആൻസർ. 52. 5⁻⁴ ഇൻറ്റു 125⁻²/3 എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ എങ്ങനെയാണ് 1/5⁻⁴ ഇൻറ്റു 5ൻ്റെ ക്യൂബാണ് 125 നമുക്കറിയാം. അപ്പോൾ അത് 5⁻² ആവും. 2 + 1/3 ആണ് നമ്മുടെ ആൻസർ. അതായത് 5⁻⁷/3 ആണ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ. ജസ്റ്റ് കൂട്ടിയിട്ട് കുറച്ചാൽ മാത്രം മതി. 4 + 6 ഇൻറ്റു 5 50. 50 - 30 ആണ് ആൻസർ. 20 ആണ് ആൻസർ. ഓപ്ഷൻ എ. 54-ാമത്തെ ക്വസ്റ്റ്യൻ. 1/2 ഇൻറ്റു 1/2 1/4 മൈനസ് 1/4 ഇൻറ്റു 1/4 1/16. അടിയിൽ അര പ്ലസ് കാല് 3/4. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 1/4 ആണ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്തത് A/B = 2:7 ആയാൽ A/B B/A. ഇത് സിമ്പിളാണ്. ഈ റേഷ്യോയിൽ തന്നിട്ടുള്ള നമ്മുടെ ചോദ്യത്തെ നമുക്ക് A² B² എന്നാക്കാം. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 4, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 7. അപ്പോൾ 49. 4:49 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 56-ാമത്തേത് നോക്കാം. 10, 13, 17, 22. പെട്ടെന്ന് തന്നെ ഡിഫറൻസ് നോക്കാം. 4, 3, 4, 5. അടുത്തത് 6 നോക്കാം. 22 + 6 28 ഉണ്ടോ എന്ന് നോക്കാം. സി. ഓപ്ഷൻ സി ആണ് ആൻസർ. 56 സി. 57 ഒറ്റയാനെ കണ്ടെത്തുക. 11, 47, 23, 63. പ്രൈം നമ്പറാണ്. ഡി മാത്രമാണ് പ്രൈം അല്ലാത്തുള്ളത്. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. 57 ഡി. 58 7:30 ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും. ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 60h - 11m/2. ഓപ്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഓപ്ഷൻ സി 45 ആണ്. 59 8 എന്നത് 511 റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 എന്ന് പറയുന്ന സംഖ്യ റിലേറ്റ് ചെയ്താക്കുന്നത് എന്തിനോട്? ഇത് സിമ്പിളാണ്. നോക്കുമ്പോൾ തന്നെ 8ൻ്റെ ക്യൂബ് നമുക്കറിയാം. 512 512. 512ൽ നിന്ന് 1 കുറച്ചാക്കുന്നു. അതേപോലെ തന്നെ 10ൻ്റെ ക്യൂബ് 1000. 1000ൽ നിന്ന് 1 കുറച്ചാൽ ഓപ്ഷൻ ബി 999. 60. 100നും 180നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 101 മുതൽ ആരംഭിച്ച് 103, 105 അങ്ങനെ ആരംഭിച്ച് 149 വരെയുള്ള സംഖ്യകളുടെ തുക. ആദ്യം SN നമുക്ക് ഇക്വേഷൻ അറിയാം. SN = n/2 A + AN ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എയും AN നമുക്കറിയാം 250 വരും. എയുടെയും ANൻ്റെയും പിന്നെ n/2 എന്ന് പറയുന്നത് n/2 കാണാനായിട്ട് 149ൽ നിന്ന് 101 കുറക്കുന്നു. 48. 48ൻ്റെ പകുതി എടുക്കുന്നു. 24. 24നോട് 1 കൂട്ടിയാൽ നമുക്ക് n കിട്ടും. 25 ÷ 2. അതായത് 25 25 625/2. 31ൽ ആരംഭിക്കുന്ന ഏതെങ്കിലും സംഖ്യയുണ്ടോ? 31. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതാണ് ചോദ്യം. 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരുന്നു. എന്നാലും ഒരു മോഡറേറ്റ് ലെവലുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നന്നായി പഠിക്കുന്നവർക്കൊരു 8 മാർക്ക് എങ്ങനെ പോയാലും സ്കോർ ചെയ്യാം. ഒരു ആവറേജുകാർക്ക് എങ്ങനെ പോയാലും ഒരു 6 to 7 സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. താങ്ക് യു.